അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണവർമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണവർമ്മ, ഇന്ന് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കള്ളക്കളികൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു 2 ദിവസമായി. എന്തായാലും ഇപ്പോൾ പന്തളം കൊട്ടാരം ഈ വിഷയത്തിലെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞു. ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് എന്തു ഗുണമാണ് എന്ന ചോദ്യം കൊട്ടാരം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. കാരണം പണം തൂക്കം നോക്കിയൊക്കെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ അവർ അവിടെ പ്രവേശിപ്പിക്കാൻ പോകുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? നാരായണവർമ്മ. സ്വാമി ശരണം. എന്തായാലും പന്തളം കൊട്ടാരത്തിന്റെ ഒരു വ്യക്തമായ നിലപാട് ഇന്നിപ്പം അറിയിച്ചിട്ടുണ്ട്. ഞാൻ കൊട്ടാരത്തിലെ അംഗം എന്ന നിലയിൽ ഞാൻ അതിനെ ആധികാരികമായിട്ട് കൊട്ടാരത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാൻ കൊട്ടാരത്തിലെ അംഗവും മുൻ സംഘം സെക്രട്ടറിയുമായിരുന്നു. അന്ന് 2018 നമ്മൾ അയ്യപ്പനോടൊപ്പം അയ്യപ്പന്റെ ആചാരങ്ങൾ അവരെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ തന്നെ നേതൃത്വം നൽകി വിശ്വാസികളുടെ നാമജപ യാത്രയ്ക്ക് അന്ന് പന്തളത്തു നിന്ന് തുടക്കം കുറിച്ചു. അതിന്റെ ഓർമ്മയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും, പന്തളം കൊട്ടാരം എന്നും വിശ്വാസികളോടും ഭഗവാനോടും ഒപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഈ പവിത്രമായ പമ്പയിൽ, പമ്പാ തീരത്താണ് അയ്യപ്പൻ ജനിച്ചതെന്നാണ് നമുക്കറിയാം. നമ്മളെ വിശ്വാസം പമ്പാ തീരത്ത് വെച്ചാണ് പന്തള രാജാവിന് അയ്യപ്പ സ്വാമിയെ ലഭിക്കുന്നത്. ആ പരിപാവനമായ പമ്പാ തീരത്താണ് ഇങ്ങനെ ഒരു സംഗമം. ഇത് അയ്യപ്പ വിശ്വാസ സംഗമം, വിശ്വാസി സംഗമം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അയ്യപ്പ ഭക്ത സംഗമം ആണെങ്കിൽ ഭക്തന്മാരാണ് അവിടെ വരേണ്ടത്. ഇതൊരു അയ്യപ്പ സംഗമം എന്ന് നമുക്ക് അവർ തന്നെ പറയുന്നുള്ളൂ. ഭക്തന്മാരാണോ അവിടെ വരുന്നത്? ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ അവിടെ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യർ എന്നുള്ള നിലയിലാണ് നമ്മൾ എപ്പോഴും ഭഗവാൻ എല്ലാവരെയും ഭക്തജനങ്ങളെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണമുള്ളവർക്ക് പ്രത്യേക കാറ്റഗറി കാർഡ് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇത് എന്താണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്? ഭഗവാന്റെ ഒരു മൈനറായ ഭഗവാന്റെ ഗാർഡിയൻഷിപ്പ് മാത്രമേ ദേവസ്വം ബോർഡിനുള്ളൂ. അത് തന്നെ അവർക്ക് അർഹതയില്ല. കാരണം ഭഗവാന്റെ വിശ്വാസങ്ങൾക്കും ഭഗവാന്റെ ആഗ്രഹങ്ങൾക്കും എതിരായിട്ട്, ഭഗവാൻ നിർദ്ദേശിച്ച ആചാരങ്ങൾക്കെതിരായിട്ടാണ് 2018 ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തത്. അന്ന് തന്നെ പന്തളം കൊട്ടാരം ഇതിനു വേണ്ടി പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിനോട് ഇത് അഭ്യർത്ഥിച്ചതാണ്. ഇത് റിവ്യൂ ഫയൽ ചെയ്യണം. ഇത് അയ്യപ്പന്റെ ആഗ്രഹത്തിന്, അയ്യപ്പന്റെ ആചാരങ്ങളും നിലനിർത്തുവാൻ വേണ്ടി മുന്നോട്ട് റിവ്യൂ ഫയൽ ചെയ്യണമെന്ന് അന്ന് തന്നെ പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പോലും മുഖ്യമന്ത്രി പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിവ്യൂ ഫയൽ ചെയ്യാൻ അവസാനം നിർബന്ധിതനായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓർക്കുന്നു. ഞാനും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ടാണോ ഇത് പറഞ്ഞതെന്ന് തന്നെ വലിയ സംശയമുണ്ട്. കാരണം ഇത് ഈ അയ്യപ്പ സംഗമം എങ്ങനെയും നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കാനാണോ എന്ന് തന്നെ സംശയിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ സാധിക്കില്ല.